കഴിഞ്ഞ ദിവസങ്ങളിലാണ് നാടെങ്ങും പരിസ്ഥിതി ദിനാചരണത്തിന്റെ ഭാഗമായി വിവിധയിടങ്ങളിൽ വൃക്ഷത്തൈകൾ ഉൾപ്പെടെ വെച്ചുപിടിപ്പിച്ചത്. എന്നാൽ പഴയ ബസ് സ്റ്റാൻഡിലെ ഓട്ടോറിക്ഷ സ്റ്റാൻഡിൽ ഡ്രൈവർമാർ നട്ട് പരിപാലിച്ചു വരുന്ന ആൽമരമാണ് സാമൂഹ്യവിരുദ്ധർ നശിപ്പിച്ചത്. നേരത്തെയും ഈ മേഖലയിൽ ഇവർ നട്ടുവളർത്തിയ മരങ്ങൾ നശിപ്പിച്ചിട്ടുണ്ട്. ഈ ആൽമരം നശിപ്പിച്ചവരെ കണ്ടെത്തി മാതൃകപരമായി ശിക്ഷിക്കണമെന്നാണ് ഓട്ടോറിക്ഷ ഡ്രൈവർമാരുടെ ആവശ്യം. നമ്മൾ ഓട്ടോറിക്ഷക്കാരുടെ നേതൃത്വത്തിൽ ഈ പ്രദേശത്ത് നമ്മൾ ഒരു വ്യക്തിപരമായ ലാഭം കൊണ്ട് മാത്രമല്ല, തണൽ മരങ്ങൾ നമ്മൾ പല പ്രാവശ്യവും വെച്ചുപിടിപ്പിക്കുന്നുണ്ട്. പല പ്രാവശ്യം വെച്ചുപിടിച്ച് വലുതാകുമ്പോൾ ഇതിനടുത്തുള്ള ആരോ നമുക്ക് ശ്രദ്ധയിൽപ്പെടാത്ത ആൾ സംസാരിക്കുന്ന തെളിവുകൾ നമ്മുടെ മുമ്പിലില്ല. എന്നാൽ ഏകദേശം നമുക്ക് ഇതിനെപ്പറ്റി ധാരണയുണ്ട്. വീണ്ടും ഇപ്പോൾ ഈ ആൽമരം വളർന്ന് ഇത്രയും വലുതായി നമ്മുടെ അങ്ങേയറ്റം ശ്രദ്ധ കൊടുത്തിട്ടാണ് ഈ മരങ്ങൾ ഇത്രയും വലുതായിട്ടുള്ളത്. അതിപ്പോൾ ഇന്നലെ രാത്രി ആയിരിക്കണം ആരോ കുടിച്ചു കളഞ്ഞു. കാറ്റൊന്നും ഒടിയില്ല, വളയുക മാത്രമേ ഉള്ളൂ. ഇതിനപ്പുറമുള്ള രണ്ട് മരങ്ങൾ ഞങ്ങൾ ഓട്ടോറിക്ഷക്കാരുടെ സംരക്ഷണയിൽ വളർത്തുന്ന മരങ്ങളാണ്. നമുക്ക് മാത്രമല്ല, ജനങ്ങൾക്ക് ആകെയും തണലേക്കുന്ന മരങ്ങൾ, പ്രത്യേകിച്ച് പാരിസ്ഥിതിക ആഴ്ചയായിട്ട് ആചരിക്കുന്ന ഈ സമയത്ത് ഇത് ഒടിച്ചത് കടും ക്രൂരതയാണെന്നാണ് പറയാനുള്ളത്. ഇപ്പുറത്തേക്ക് നിൽക്കുന്ന പ്ലാവ് നമ്മളെ സംരക്ഷണയിൽ വളരുന്ന മരങ്ങളാണ്. ഇതെല്ലാം നമുക്ക് വ്യക്തിപരമായിട്ട് ഉപകാരങ്ങൾ കിട്ടാൻ വേണ്ടിയിട്ട്, ജനങ്ങൾക്ക്, രാജ്യത്തിന് വേണ്ടിയിട്ട് എന്തെങ്കിലും നേട്ടം ലഭിക്കുന്നുണ്ടെങ്കിൽ നമുക്ക് നമ്മളെ ചെയ്യുന്ന കാര്യങ്ങൾ ചെയ്യുക എന്നുള്ളത്. ഇതിനെതിരായിട്ട് പ്രവർത്തിക്കുന്ന ആൾക്കാർ ഒരു കച്ചവടക്കാർക്കും എതിരില്ല, ഒരു കടേൻ്റെ മുമ്പിലല്ല ഇതുള്ളത്. അപ്പോൾ ഇത് വെറും ക്രൂരതയാണ്. അതിന് ആകെ ജനങ്ങളുടെ പ്രതികരണം ആവശ്യമുണ്ടെന്നാണ് പറയാനുള്ളത്. അതിനായി സമീപത്തെ കച്ചവട സ്ഥാപനങ്ങളിലെ നിരീക്ഷണ ക്യാമറകൾ ഉൾപ്പെടെ പരിശോധിച്ച് വേണ്ട നടപടികൾ സ്വീകരിക്കാൻ നഗരസഭ അധികൃതർക്ക് ഓട്ടോറിക്ഷ ഡ്രൈവർമാർ പരാതി നൽകിയിട്ടുണ്ട്. ന്യൂസ് ബ്യൂറോ, ഇരിട്ടി.